വിഷു പ്രമാണിച്ചിട്ടുള്ള എൻ്റെ മേക്കപ്പ് വീഡിയോ നമുക്ക് തുടങ്ങിയാലോ? സെറ്റ് സാരി ഒന്നുമല്ല കേട്ടോ, ഡ്രസ്സൊക്കെ ഞാൻ എന്തായാലും ലാസ്റ്റ് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് വിചാരിക്കണത്. രാവിലെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ടൈപ്പ് റിങ്ങളായിട്ടൊക്കെ കാറിലേട്ടൻ എങ്ങനെയോ കൊണ്ടുപോയിട്ടതാണ്. ഞാൻ മര്യാദയ്ക്ക് വെച്ചത്, ഏട്ടൻ പോയിട്ട് അത് ഉൾട്ടയാക്കി സാധനം പൊട്ടി. അപ്പം ഞാൻ ഇപ്പോൾ ജനലിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീഡിയോസ് കണ്ടാൽ നിങ്ങൾ ചിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മേക്കപ്പ് വീഡിയോ ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത്, സാധാരണ എങ്ങനെയാണ് എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഓരോ പ്രാവശ്യം ഓരോ പോലെ കേട്ടോ. പ്രൊഡക്ട്സ് മാറും, ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സാധനം ഞങ്ങൾ കൊണ്ടുപോയി ഞാൻ വന്നു. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസർ ക്രീമായിട്ടാണ്. ബെഞ്ചറാസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ക്രീമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീമും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം എടുത്തു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. ഏട്ടൻ ഫുഡ് കഴിച്ച് വന്നിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്തിടാനൊക്കെ പറഞ്ഞു, പക്ഷെ അതിനുള്ള ക്ഷമ എനിക്കില്ല. ഏട്ടൻ വരുമ്പോൾ എന്നാലും ഒരു മണിക്കൂറാവും. അതൊക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ പരിപാടിയില്ല. ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം മോയ്സ്ചറൈസർ ക്രീം ഒന്ന് ഒരു മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഏട്ടൊക്കെയാണ് വന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകരുത്. നെക്സ്റ്റ് ഞാനൊരു മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ് എടുക്കുന്നത്. കുറേ എടുക്കണ്ട, കുട്ടിയടിച്ച പോലെ ഉണ്ടാവും. ഞാൻ കുറച്ചേ ഇടാറുള്ളൂ, എന്നിട്ട് എൻ്റെ അമ്മ പറയും കുട്ടിയാണ്. ഏട്ടന് ഇഷ്ടമാണ്, ഏട്ടന് കുട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ലിപ്സ്റ്റിക്കും കുറച്ച് കുടിക്കണം, കുട്ടി കുറച്ച് കുടിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ ഇതിന്റെ കൂടിയും മാക്കിന്റെ സ്ട്രോക്ക് ക്രീം ഒക്കെ ആണെങ്കിൽ കേട്ടോ, ഫൗണ്ടേഷന്റെ കൂടിയും നമ്മളുടെ ഓരോരുത്തരുടെ കുറച്ചൊക്കെ ഇച്ചിരി കിട്ടുള്ളൂ. അതുകൊണ്ടാവും ഈക്വൽ എല്ലാവർക്കും. പിന്നെ കഴുത്തിലിടണം കേട്ടോ, കഴുത്തിൽ കൊണ്ടുപോകും. കുറച്ചുകൂടെ ഞാൻ കഴുത്തിലിടാം. ഇങ്ങനെ രണ്ട് കളറായിട്ട് ഇങ്ങനെ ഒരുമാതിരി വേണ്ട. ഈ ഒരു ബ്രഷ് എടുക്ക്, നമുക്ക് മൊത്തം ഒന്ന് മുളക്ക് ശരിയാവാത്തോണ്ട് ഒരു ഉന്മേഷം കിട്ടുന്നില്ല. മേക്കപ്പ് ചെയ്യുമ്പോൾ പല പല രീതിയിലാവും നോക്ക് ഒക്കെ കണ്ടൊക്കെ ഭയങ്കര വികൃതമായ പോസുകളൊക്കെ കാണാം. ചെവിൻ്റെ അവിടെയൊക്കെ ഉള്ളതേ കിട്ടും. ഞാൻ ചെവി മാത്രം വരാനുള്ളൂ. ഇപ്പോൾ ഒരുമാതിരി പറഞ്ഞാൽ ഇങ്ങനെ ഒരു പെയിന്റ് അടിച്ച പോലെയൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? അത് ശരിയാക്കാൻ ബാക്കിയുള്ള എല്ലാതും ഓരോന്നും ചെയ്ത് വരുമ്പോൾ റെഡി ആയിക്കോളും. ഇനി നമുക്ക് നെക്സ്റ്റ് ഫിറ്റ് മീ ലൂസ് ഫിനിഷിംഗ് പൗഡർ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചെങ്കിൽ ദാട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൊന്നും വരും. ഞങ്ങളെ പറ്റി ഇങ്ങനെ പറയായിരുന്നു, വീഡിയോ എടുത്തരാന്ന് പറഞ്ഞാണ് പോയതാണ്, കാണുന്നില്ല എന്നിങ്ങനെ പറയും. ഇനി നെക്സ്റ്റ് ഐബ്രോ സെറ്റ് ആക്കണം. ഭയങ്കര ഇഷ്ടമാണ് ഈ ബെക്ലൈൻ വൈൽഡിന്റെ. ഏട്ടാ ഞങ്ങളോടല്ല സംസാരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ എന്താ പറഞ്ഞത്, വെറ്റ് ആൻഡ് വൈൽഡ് അൾട്ടിമേറ്റ് ബ്രോ കിറ്റ് ആണ് കേട്ടോ. ഏട്ടാ നിങ്ങൾ മുണ്ടാണ്ട് കിടന്നു. നോ ടോക്ക്. ഏട്ടാ ഇത് ചെയ്തോട്ടെ, വിഷുവിനല്ല ഓണത്തിന്. ഏതിനും ചെയ്തു. ഓണം അവിടെ ഇരുന്ന് കുറുക്കുറുക്ക്.
ഞാൻ വേറെ ഏതിലേക്കോ ഇത് ഐബ്രോ ഇത് ട്രൈ ചെയ്തു, ഷുഗറിൻ്റെ ഒരു പെൻസിൽ, അതുപോലെ വേറെ ഏതിൻ്റെയോ കൂടി. അപ്പോൾ അതൊന്നും എനിക്കൊരു ഇഷ്ടമായില്ല. അങ്ങനെ വീണ്ടും ഇതെല്ലാം വാങ്ങി. പക്ഷെ ആക്ച്വലി എൻ്റെ കഴിഞ്ഞിട്ടല്ല കേട്ടോ, എൻ്റെ ആരും അടിച്ചു മാറ്റി. നമുക്ക് നമുക്ക് ബ്ലഷ് അല്ല, ബ്ലഷ് വേണ്ട, ആയിട്ടില്ല. ബ്ലഷ് ഉള്ള സമയത്ത് കണ്ണെഴുതാം. ഫേവറേറ്റ് പാർട്ട് സാധാ ഇപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ടാവും. ഹിമാലയയുടെ കാഴ്ച ജസ്റ്റ് 50 റുപ്പീസ്, ഒരു 45 50 50ആയി. ഇങ്ങനെ കണ്ടുപിടി ഇങ്ങനെ കിട്ടും. ഇതൊക്കെ ഇപ്പോൾ കറക്കങ്ങളായതുകൊണ്ട് എനിക്കൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല ഇതിൽ. ഇപ്പം തന്നെ കണ്ടു പൊക്കത്ത് ആ ഒരു പെയിൻ്റ് അടിച്ച് പോലത്തെ എഫക്ട് പോയി വരുമ്പോഴല്ലേ. പിന്നെ കണ്ണ് എഴുതുമ്പോൾ താഴെ അതുപോലെ തന്നെ മേലെ ആക്കുമ്പോഴേ കണ്ണടയ്ക്കുന്നതുകൊണ്ട് മേലെ ഓട്ടോമാറ്റിക്കലി ആവും. താഴെ മാത്രമല്ലാതെ മേലെ. നെക്സ്റ്റ് മസ്കാര ഇടാം. ഞാൻ ആദ്യം 2 മസ്കാര ഇടാൻ കിട്ടും. പക്ഷെ ഞാൻ ആദ്യം ഒന്നിട്ടിട്ട് അടുത്തത് നോക്കും, കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇതേതാ അറിയോ? മൈഗ്ലാമിൻ്റെ ആദ്യം ഇടുന്നത്, ഇതെൻ്റെ മെബിലിൻ്റെ ക്ലോസ്. ഓക്കെ, നെക്സ്റ്റ് വ്യത്യാസം കണ്ടോ? കണ്ടോ? പേടിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ അറിയോ? വാട്ടർ ഫിറ്റിംഗ് നമുക്ക് ബ്ലഷായിട്ടും ചിപ്പിൻ്റായിട്ടും ഫിറ്റിംഗായിട്ടൊക്കെ യൂസ് ചെയ്യാം. സ്വന്തം പറ്റില്ല, ഇങ്ങനെ അത്രയും ഇട്ടാലും ക്യാമറയിൽ കാണും. നല്ല പിഗ്മെൻ്റാണ്. മൂക്കിൽ മാത്രം, ഇത്തിരി മൂക്കിൽ. നെക്സ്റ്റ് ഷുഗറിൻ്റെ കോൺടോർ ഡി ഫോഴ്സ് ഫേസ് പാലറ്റാണ് കേട്ടോ. അത് ഞാൻ ഉള്ളിൽ ഞാൻ കാണിച്ചേക്കില്ല, ഏകദേശം പേജിന് വഴിയിട്ടുണ്ട്. ഹൈലൈറ്റ് മാത്രം കയ്യിലെടുത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. മൂക്കിൻ്റെ ഒരു വരുമ്പോൾ ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ ചെയ്യുള്ളൂ. ലാസ്റ്റ് ലിപ്സ്റ്റിക് ലൈക്ക് മൊണാലിസ ഷെയ്ഡ്. ലാസ്റ്റ് നമുക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ, ഇത് ലിപ്സിൻ്റെ ആണ് കേട്ടോ. ഇനി പൊട്ടിടാനും സിന്ദൂരിടാനും ഒക്കെ ഉള്ളൂ. കമ്മലിടുക, മാലയിടുക, മുക്കുത്തി മാറ്റണം, പിന്നെ സാരി ഇട്ടണം, ഹെയർ സ്റ്റൈൽ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് വരാം കേട്ടോ. പിന്നെ ഫേസിൽ ഞാൻ ഇത് ചെയ്യാറുള്ളൂ, കോൺട്രോൾ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും
അപ്പോൾ ഇതാണ് ഈസിയുണ്ട്. പിന്നെ സാധനം മറന്നിട്ടോ മനുഷ്യരോടെ വീട്ടിക്കല്ലേ ഞാൻ എനിക്ക് സാധനം കൂടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടാണ്. അപ്പം ഇതാണ് എൻ്റെ ഈ വിഷുവിൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. സോ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ബൈ ബൈ.